ഹായ് ഗൈസ്, ക്ലിക്സ് ഓൺ വ്ളോഗ്സ് ഡിജോ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് അതിൻ്റെ തട്ടിൽ കമ്പി കെട്ടുക എന്നുള്ളത്. എന്നാലേ നമുക്കത് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എന്നാലേ അതിന് ഉറപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുക എന്നതാണ് എല്ലാവരും സാധാരണ ചെയ്യാറ്. എന്നാൽ പോലും നമ്മളുടെ ഒരു മേൽനോട്ടം എപ്പോഴും ആ ഒരു വർക്കിന് എപ്പോഴും അത്യാവശ്യമായ ഘടകമാണ്. ഇത് കമ്പി കെട്ടുന്നത് പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് കമ്പി കെട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് ഇത് കമ്പി കെട്ടുന്നത്, എന്തര കിലോ കമ്പി വേണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ഒരു 1200 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിന്ന് തട്ട് പണി ചെയ്ത് കമ്പി കെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്, എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബാക്കി നമുക്ക് വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ കമ്പി കെട്ടാൻ ഉദ്ദേശിക്കുന്ന തട്ട് നമ്മൾ വളരെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ തടിയുടെ പൊടികളോ ഒന്നും കാണരുത്. ഇത് നമ്മൾ അടിച്ചു വരെ നമ്മൾ നല്ല ക്ലീനാക്കി ആണ് നമ്മൾ കമ്പി കെട്ടുന്നത്. നമ്മൾ തട്ട് ക്ലീനൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് തട്ടിൽ നമുക്ക് കമ്പി ഇടേണ്ട എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ഒരടി അകലത്തിലാണ് നമ്മൾ ആദ്യം അടി ലെയർ കമ്പി ഇടുന്നത്. അതിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ ഈ ഒരടി ഇട്ടതിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ മുകളിലത്തെ ലെയർ കമ്പി കെട്ടും, ടോപ്പ് ലെയർ. അപ്പോൾ നമുക്ക് 15 സെൻറ്റി മാത്രമേ ടോട്ടലായിട്ട് നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ നമുക്ക് ഗ്യാപ്പ് കാണാൻ സാധിക്കുകയുള്ളൂ. 15 സെൻറ്ററാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോ റൂമിൻ്റെയും നമ്മൾ അളവുകൾ എടുക്കണം. എന്നിട്ട് അതിനെ നമ്മൾ 4 ഭാഗിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ക്രാങ്ക് വളയ്ക്കാനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ റൂമിൻ്റെ അളവ് 2,75 നമ്മുടെ അളവ്. അതിനെ 4 ഭാഗിച്ച് കഴിയുമ്പോഴത്തേനും 0.68 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 0.70 നമുക്ക് എടുക്കാം. റൗണ്ട് ചെയ്ത് നമുക്ക് റൗണ്ട് ഫിഗറായിട്ട് എടുക്കാം, അതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ റൂമിൻ്റെ 2 സൈഡിലും നമുക്ക് 0.70 നമുക്ക് മാർക്ക് ചെയ്യണം, 2 സൈഡിലും. അത് കഴിഞ്ഞിട്ട് ആ 70 മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു 10 സെൻറ്റി മാർക്ക് ചെയ്യണം. അത് നമുക്ക് ക്രാങ്ക് വിളയ്ക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 15 സെൻറ്റി മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അടുത്തത് നമുക്ക്
1200 സ്ക്വയർ ഫീറ്റ് തട്ട് കമ്പി കെട്ടാനായിട്ട് നമുക്ക് എത്ര കിലോ കമ്പി വേണം എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്ര ബണ്ടിൽ നമ്മൾ കമ്പി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എത്ര കിലോ കമ്പി വേണമെന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ തട്ട് കമ്പി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് 0.600 തൊട്ട് 0.650 ഗ്രാം വരെയാണ് നമ്മൾ കമ്പി എടുക്കാറ്. അപ്പോൾ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് കമ്പി കെട്ടാനുണ്ടോ ആ സ്ക്വയർ ഫീറ്റിനെ നമ്മൾ 0.600 കൊണ്ടോ അല്ലെങ്കിൽ 0.650 കൊണ്ട് നമുക്ക് ഗുണിക്കാം. ഗുണിച്ച് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ആൻസറാണ് നമുക്ക് ആ തട്ടിൽ 1200 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എത്ര കിലോ കമ്പി വേണം എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര ബണ്ടിൽ നമുക്ക് എത്ര കെട്ട് കമ്പി നമുക്ക് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഗുണിച്ച് കിട്ടിയ ആൻസർ കൊണ്ട് നമുക്ക് ഒരു കെട്ട് കമ്പി എത്ര കിലോ തൂക്കം വരൂ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ആ തൂക്കം വരുന്നത് എത്രയാണോ അതും പിന്നെ നമ്മൾ 0.650 കൊണ്ട് ഗുണിച്ച് കിട്ടിയ ആൻസറും കൂടെ നമ്മൾ ഭാഗിക്കണം. ഭാഗിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമുക്ക് എത്ര കെട്ട് കമ്പി വേണമെന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കമ്പിയുടെ കണക്കെടുക്കുന്നത്. പിന്നെ അതുമല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് കമ്പിയുടെ കണക്കെടുക്കാം. പലരും ഇതിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. പലരും പല രീതിയിലാണ് കമ്പിയുടെ കണക്കെടുക്കാറ്. അപ്പം നമ്മളെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എളുപ്പമുള്ള രീതിയാണിത്. പെട്ടെന്ന് നമുക്ക് കമ്പിയുടെ കണക്കെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ്
ക്രാങ്ക് വളയ്ക്കുന്നത്. ഇത് ക്രാങ്ക് വളയ്ക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 7 സെൻറ്റി 8 സെൻറ്റിയൊക്കെ നമ്മൾ ഹൈറ്റ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ സ്ലാബിന് കറക്റ്റായിട്ടുള്ള തിക്നെസ് എന്ന് പറയുന്നത് 10 സെൻറ്റി സ്ലാബാണ് നമ്മൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 10 സെൻറ്റി സ്ലാബിനകത്ത് ഉള്ളിൽ നിൽക്കുന്ന തക്ക രീതിയിലാണ് നമുക്ക് ക്രാങ്ക് വളയ്ക്കാനായിട്ട്. Best thing in your life. Way oh, way oh, oh. You got me singing. Way oh, way oh, oh. You look like a guy, you could treat me right. Way oh, oh. Boy, take a chance, will you let me ride? Way oh, oh. I could be the best thing in your life. Way oh. Maybe let's take a drive, take a drive. Best thing in your life. Maybe let's take a drive, take a drive. Way oh, way oh, oh. 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 Take a chance, will you let me ride? I could be the best thing in your life. Maybe let's take a drive, take a drive. നമ്മൾ കൺസീലായിട്ട് നമ്മൾ 2 ബീം കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് താഴെ സ്റ്റെയർ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ 2 ബീം കൊടുത്തിരിക്കുന്നത്.
the best thing in your life. Baby, let's take a drive, take a drive. നമ്മൾ കട്ടർ മെഷീൻ അല്ലാതെ നമ്മൾ കമ്പി കട്ട് ചെയ്യാനായിട്ട് കത്രികയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിത് ഫുള്ള് 8-ൻ്റെ കമ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 8-ൻ്റെ കമ്പി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ കത്രിക ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കമ്പിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് നമ്മൾ കവറിംഗ് ബ്ലോക്ക് വെക്കാനായിട്ട് മറക്കരുത്. അത് വളരെ അത്യാവശ്യമുള്ളൊരു ഘടകമാണ്, കമ്പിക്ക് കവറിങ് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് കമ്പി നല്ല ബലത്തിൽ നമുക്ക് കാലാകാലം കൊണ്ട് നമുക്ക് ഈട് നിൽക്കുകയുള്ളൂ. നമ്മളത് വളരെയേറെ ശ്രദ്ധിക്കണം. അത്